ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ആം യുവർ സാബഗൗരസ്. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇൻ്റർഫേസ് എന്താ നോക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ചെറിയ സാമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കയറാം. അപ്പം അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഓരോ വീഡിയോസിനും താഴെ എൻ്റെ മൊബൈൽ നമ്പർ, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതെന്തിനാണ് ഞാൻ മെൻഷൻ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണം, പഠിക്കണം, അങ്ങനത്തെ എന്തെങ്കിലും കാര്യമുണ്ട്, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അതിന് വേണ്ടി മാത്രമാണ്, എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്ത് ചെയ്ത് വെക്കണേ, ആ ഒരു ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ് അവിടെ ഷെയർ ചെയ്ത് വെക്കുന്നത്. അതല്ലാതെ ജസ്റ്റ് ഹായ് ബൈ മെസ്സേജസ് അയച്ചിരിക്കാനായിട്ട് എനിക്ക് തീരെ സമയമില്ല എന്ന് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് തൊട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് തീരെ താല്പര്യമില്ല. ഞാൻ ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിന്നും വരും. അപ്പോൾ ഇനി ഒരിക്കലും എൻ്റെ നമ്പറോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ടോ ജസ്റ്റ് ഹായ് ബൈ മെസ്സേജസ് അയച്ചിരിക്കാനോ, അല്ലെങ്കിൽ എന്താണ് വെറുതെ ഇങ്ങനെ ചാറ്റ് ചെയ്തിരിക്കാനായിട്ട് കുറച്ച് പേരുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ദയവ് ചെയ്ത് എനിക്ക് ഒരിക്കലും അയക്കരുത്. അതൊരു 1000 തവണയും ഞാനിപ്പോൾ പറയണമെന്ന് വിചാരിക്കണം. ഓക്കെ, സോ പോട്ടെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കയറാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് പാഡ് എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കൺസെപ്റ്റ് ആണ് മിക്സിൻസ്. മിക്സിൻസ് നമ്മുടെ ക്ലാസ് പോലെ തന്നെയുള്ള ഒരു സ്ട്രക്ചറാണ്. ഇറ്റ്സ് ക്ലാസ് ലൈക്ക് സ്ട്രക്ചർ ആൻഡ് നമ്മുടെ അബ്സ്ട്രാക്ട് ക്ലാസ്സിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിൽ നമ്മളിപ്പോൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, പകരം ഇവിടെ മിക്സിൻ യൂസ് ചെയ്യും. മിക്സിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിക്സിൻ എന്ന് പറഞ്ഞൊരു കീവേഡ് ആയിരിക്കും നമ്മളിതിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു സാമ്പിൾ കാണിച്ചു തരാം. മിക്സിൻ, ഞാനിപ്പോൾ എ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് മിക്സിൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനുള്ളിൽ എന്താണ്, നമുക്കിവിടെ വേരിയബിൾ നെയിം ആഡ് ചെയ്യണമെങ്കിൽ വേരിയബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ വേരിയബിൾസ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പം എന്താ, 1 സെക്കൻഡ്, സെമിക്കോളൻ ഇട്ടില്ല. ഓക്കെ, ഇൻഡ് ഏജ് ഈക്വൽ ടു 24. ഇനി അതേപോലെ ഫങ്ഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫങ്ഷൻസും ആഡ് ചെയ്യാം വിത്ത് ബോഡിയുള്ള ഫങ്ഷൻസും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഫങ്ഷൻ വിത്ത് ബോഡി. ഓക്കെ, അതേപോലെ തന്നെ ബോഡി ഇല്ലാത്ത അബ്സ്ട്രാക്ട് ഫങ്ഷൻസും കൂടി നമുക്ക് ഇതിനുള്ളിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ വോയിഡ് ഡിസ്പ്ലേ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിന് ബോഡി ഇല്ല, അപ്പോൾ അബ്സ്ട്രാക്ട് ഫങ്ഷൻസ് കൂടി നമുക്ക് മിക്സിനിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? പിന്നെയെന്ന് പറയണത്, നമുക്കിതിനെ ഇൻഹെറിറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ, ഇതിനും അത് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് എന്ന് പറയുന്നത് വിത്ത് എന്നുള്ള കീവേഡ് ആയിരിക്കും. വിത്ത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ക്ലാസ് ബി, പിന്നെ ഒരു കാര്യം, നമുക്ക് ഈ നമുക്ക് മിക്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതെങ്ങനെയാണ് കോൾ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇൻഹെറിറ്റൻസ് കൺസെപ്റ്റിലൂടെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ക്ലാസ് ബി കൊടുത്തു വിത്ത് എ. ഇങ്ങനെയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻഹെറിറ്റ് യൂസിങ് വിത്ത് കീവേഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു എറർ വന്നു. എന്താണ്, എ ഡോട്ട് ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനുടെ മിസ്സിംഗ് ആണ് എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിലുള്ള ക്ലാസ്സസിനെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഓവർറൈഡ് എന്താണ്, വോയിഡ് ഡിസ്പ്ലേ ക്ലാസ്സിനെ ഇല്ലാട്ടോ, സോറി, ഫംഗ്ഷനെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അബ്സ്ട്രാക്ട് ഫംഗ്ഷനെ ഈ ഇൻഹെറിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിൽ ഓവർറൈഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പം പിന്നൊരു കേസും കൂടി ഇതിൽ പറയാനുള്ളത്, ഇപ്പം ഞാനിവിടെ ക്ലാസ് മിക്സിൻ എ എന്ന് പറഞ്ഞിട്ട് ഒരു മിക്സിൻ കൊടുത്തു. ഇനി സെക്കൻഡ് മിക്സിൻ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാണ്. മിക്സിൻ ഇപ്പം എന്താ പേര് കൊടുക്കുക, സി എന്ന് കൊടുക്കണു. മിക്സിൻ സി എന്ന് പറഞ്ഞിട്ട് ഒരു മിക്സിൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എനെയും ബിനെയും നമുക്ക് എന്ത് ചെയ്യാം, സോറി, എനെയും സിനെയും നമുക്ക് എന്ത് ചെയ്യാം, ബി എന്ന് പറയുന്ന ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇവിടെ പോസിബിൾ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ക്ലാസ് ബി വിത്ത് എ കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ട് സി എന്നും കൂടി കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പം നമുക്കിതിൽ ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യാം. എങ്ങനെയാണ്, വിത്ത് കീവേഡ് യൂസ് ചെയ്തിട്ട്. അതിൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് പോസിബിൾ ആണ്. അതേപോലെ തന്നെ മിക്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ എന്നുള്ളത്, അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ നമുക്ക് മിക്സിനിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ആ അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടായിരിക്കണം, അതിനെ ഓവർറൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്നുള്ളത്, നമുക്ക് ഇതിലത്തെ കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിനായിരിക്കും, നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ്സിനായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ?
അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മിക്സിൻ യൂസ് ചെയ്തിട്ട് സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഭയങ്കര നോയ്സ് വരുന്നുണ്ടാവും, ഐ എം സോ സോറി. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു ടോപ്പിക്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് വരാം. പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയക്കുക, അതല്ലാതെ ഹായ് ബൈ അയച്ചിട്ട് ഇരിക്കരുത്. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. വെറുതെ ഒരാൾക്ക് നമ്മൾ കിടന്ന് മെസ്സേജ് അയച്ചിരിക്കണം. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ നേരിട്ട് കണ്ടുമുട്ടാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ബീച്ചിലോട്ട് പോയി, നിങ്ങളവിടെ ബീച്ചിലുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വെറുതെ വന്നിട്ട് സംസാരിക്കുകയാണ്, എന്തൊക്കെയോ ഇരുന്ന് ഹായ് ഹലോ വെറുതെ ഇരുന്ന് പറയാണ്, നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ലേ? അതേ സെയിം തന്നെയാണ് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടായിരിക്കാം. എനിക്കറിയാത്ത ഒരാൾ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, കോഴ്സിന് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ജോബ്സ് വെച്ച് നോക്കുന്നുണ്ട്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ അയക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ഡാർട്ടിൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഫോളോ ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു നൈറ്റ് തന്നെ അടുത്തൊരു വീഡിയോയും കൂടി ഉണ്ടായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.